നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് പലരും വന്ന് കമന്റായിട്ട് ചോദിച്ചു. പ്രത്യേകിച്ച് ഞാൻ ഫേസ്ബുക്കിനകത്ത് നിന്നൊരു പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് മിസ്റ്റേക്ക്, ഒരു വാഹനം ഓടിക്കാൻ എന്താണ് മിസ്റ്റേക്ക്, അതിനെപ്പറ്റി കമന്റ് ചെയ്യും. ഞാൻ അത് വീഡിയോ രൂപത്തിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് ഗിയറിലാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏത് ഗിയറിലാണ് വാഹനം ഓടുന്നതെന്ന് മനസ്സിലാക്കി എങ്ങനെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. വാഹനം ഓടിച്ച് എക്സ്പീരിയൻസ് ആയി വാഹനം ഓടിക്കുന്ന ഒരാൾ ഇത് കണ്ട് വെറുതെ സമയം കളയണമെന്നില്ല. കാരണം നിങ്ങൾക്കുള്ള വീഡിയോ അല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എന്റെ ചാനലിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അങ്ങനത്തെയാണ്. അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടില്ല. ഡ്രൈവിംഗ് അറിയാവുന്ന ആരും നിങ്ങൾ വെറുതെ കണ്ട് സമയം കളയാതിരിക്കുക. വാഹനം ഓടിക്കാൻ അറിയാത്തവർക്കും വാഹനം ഓടിക്കാൻ പഠിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ജോ ഡ്രൈവിംഗ് എന്ന ചാനൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ മാത്രം നിങ്ങളൊന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ അതിയായ ആഗ്രഹമാണ്, പക്ഷെ പേടിയാണ്. അങ്ങനെയുള്ളവരാണ് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ പറ്റി പ്രാക്ടീസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ആ ട്രിക്കും ടിപ്സും എന്താണ് വീഡിയോയുടെ പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. ഒരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക്, മറ്റൊരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക്. അതുകൊണ്ടാണ് ഞാൻ അത് വീഡിയോയുടെ പറയുന്നത്. കാരണം സീറ്റ് ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകത്തുള്ളൂ ഇന്നതാണ് നിങ്ങളുടെ മിസ്റ്റേക്ക്. അത് കണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നാലേ നിങ്ങൾക്കും വാഹനം ഓടിക്കാൻ പേടി കൂടാതെ ഓടിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ആ ട്രിക്കുകളും ആ മിസ്റ്റേക്ക് എന്താണ് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ 99 പേരെ ലൈസൻസ് ഉണ്ട്, പക്ഷെ സ്വന്തം വണ്ടി വീട്ടിൽ കിടന്നിട്ട് ഞാൻ പഠിച്ചതാണെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പോലും കഴിയാതെ വരുന്നത്. ആ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി ചെയ്യാത്തത് കൊണ്ടാണ്. ഒരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാളുടെ കൊണ്ടാണ്. അത് ആ ട്രിക്കും ടിപ്സുകളാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. എന്റെ ജില്ല ഏതാന്ന് കരുതണ്ട. അതുപോലെ തന്നെ പ്രായം, പലരും പറയാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, നീ ലൈസൻസ് പ്രാക്ടീസ് പോയതല്ലേ, നിർത്തിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75 വയസ്സുള്ള അപ്പച്ചന്മാർ ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വിട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ കയ്യും കാലം കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത്? കയ്യും കാലം ഉള്ള നമ്മൾ എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട. പലരും വിളിച്ചു ചോദിക്കുകയാണ് എന്റെ ജില്ല കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെ കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ ഉണ്ട്, സെക്കൻഡ് ഗിയർ ഉണ്ട്, തേർഡ് ഗിയർ ഉണ്ട്, ഫോർത്ത് ഗിയർ ഉണ്ട്, ഫിഫ്ത് ഗിയർ ഉണ്ട്. ഓരോ ഗിയറിലും നമ്മൾ വാഹനം ഓടിക്കാറുണ്ട്. ഇത് കൃത്യമായിട്ട് വാഹനം ഓടിച്ച് തുടങ്ങുന്ന തുടക്കക്കാർക്ക് മനസ്സിലാകാത്തതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റിലും സെക്കൻഡിലും മാത്രം നമുക്ക് കൈയും കാലും കൊണ്ട് വാഹനം ഓടിക്കാനുള്ള വഴക്കമേ കൈക്കും കാലും ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് ഗിയറിലാണ് വാഹനം എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നത്. ഫസ്റ്റിലെ ഗിയർ, നമ്മൾ ഏത് ഗിയറിലാണെങ്കിലും ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു 3 or 4 പേപ്പറിന്റെ കനത്തിലേ നമ്മൾ കാലിവിടെ ഇരിക്കാവൂ, ആക്സിലേറ്റർ ഇരിക്കാവൂ. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു, ഒരു 3 or 4 പേപ്പറിന്റെ കനമേ ഉള്ളൂ എന്റെ കാല് ആക്സിലേറ്ററിൽ. ആ സമയത്ത് ഭയങ്കര സൗണ്ട് കൂടിക്കൂടി, അതായത് നമ്മൾ ആ ഗിയറിന് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്തും ഇപ്പോൾ ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാലം അത്രയേ ഉള്ളൂ. ആ സമയത്ത് ഇപ്പം നമ്മളെ എടുത്തതിനേക്കാളും സൗണ്ട് കൂടിക്കൂടിയാ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് അടുത്ത ഗിയറിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ രണ്ടാമത്തെ ഗിയറിലും പോകുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഗിയർ ഇട്ട് ആസിട്ട് കൊടുക്കുമ്പോഴേ ആ സൗണ്ട് കേൾക്കണമെന്നില്ല. ഇപ്പൊ 3 or 4 പേപ്പറിന്റെ കനമേ ഉള്ളൂ. കൂടുതൽ കൊടുത്താൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ആസിട്ട് എല്ലാം കൂടെ കൊടുത്താൽ തുടക്കത്തിൽ തന്നെ ആ സൗണ്ട് കേൾക്കാം. പക്ഷെങ്കിൽ നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ കാലുകൾ ആ 3 or 4 പേപ്പറിന്റെ കനത്തിലേ ഇരിക്കുന്നുള്ളൂ. അപ്പൊ ഓടിച്ചുകൊണ്ടിരിക്കും തോറും വീണ്ടും 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 സൗണ്ട് കൂടി വരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് അടുത്ത ഗിയറിന്, അതായത് തേർഡ് ഗിയറിലായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർത്ത് ഗിയറിലും ഫിഫ്ത് ഗിയറിലും എല്ലാം അങ്ങനെ തന്നെയാണ്. 4 പേപ്പറിന്റെ കനത്തിലുള്ള എന്റെ കാലിരിക്കുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് ഒരു വൈബ്രേഷൻ, ഞാൻ തേർഡ് ഗിയറിൽ പോകുന്നു അല്ലെ ഫോർത്ത് ഗിയറിൽ പോകുന്നു, അപ്പൊ നമ്മളിങ്ങനെ ഗിയറുകളിൽ പോകുന്ന സമയത്ത് ഒരു ജെർക്കിംഗ് സൗണ്ട്, അതായത് പൂച്ചകൾ തമ്മിൽ ഒരു കടി ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് വണ്ടി ഉണ്ടാകുന്നത്. അതായത് സൗണ്ടുകൾ, വൈബ്രേഷൻ സൗണ്ടുകളാണ്. അങ്ങനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഗിയറിൽ പോകുന്നില്ല, ഡൗൺ ആക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പൊ ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുക, ജെർക്കിംഗ് സൗണ്ട് കേൾക്കുക, ഒരു പൂച്ച തമ്മിൽ കടി ഉണ്ടാക്കുന്ന ഒരു സൗണ്ട് കേൾക്കുകയാണ്. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ആ ഗിയറിൽ പോകില്ല, ഡൗൺ ആക്കണം. അതല്ല വണ്ടിക്ക് സൗണ്ട് ആണ് കേൾക്കുന്നെങ്കിൽ അടുത്ത ഗിയറിന് വേണ്ടിയിട്ടാണ്.
അതായത് സൗണ്ടുകൾ രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ടുകൾ കേൾക്കുന്നെങ്കിൽ ഗിയർ അപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ ജെർക്കിംഗ് സൗണ്ട് ആണ് കേൾക്കുന്നതെങ്കിൽ ഡൗൺ ചെയ്യാനുമാണ്. അങ്ങനെയാണ് നമുക്ക് ഗിയറുകൾ മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് ഏത് ഗിയറിലാണ് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാലുകൾ ആക്സിലേറ്ററിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റണമെന്നില്ല. കാരണം വെച്ചാൽ ചിലപ്പോൾ ഇറക്കമാകാം, ചിലപ്പോൾ നിരപ്പാകാം, ചിലപ്പോൾ കയറ്റമാകാം. കാരണം നമുക്കിപ്പോ ഇറക്കത്ത് വരുന്ന സമയത്ത് നമ്മുടെ കാൽ ആക്സിലേറ്റർ വരണമെന്നില്ല. വാഹനത്തിന്റെ സ്പീഡുകൾ മനസ്സിലാക്കി ആ സൗണ്ടുകൾ, അതായത് സ്പീഡ് വാഹനം ഓടുന്ന സമയത്തെ സൗണ്ടുകൾ മനസ്സിലാക്കി അങ്ങനെ ഏത് ഗിയറിലാണെന്ന് നമുക്ക് മനസ്സിലാക്കി എന്ത് ചെയ്യാം, വാഹനം ഓടിക്കാനേ കഴിയത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലാതെ നമുക്ക് ഏത് ഗിയറിലാണ് വാഹനം ഓടുന്നതെന്ന്, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഏത് ഗിയറിലാണ് വാഹനം ഓടുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒറ്റയടിക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കി അറിയാൻ പറ്റും ഏത് ഗിയറിലാണ് കിടക്കുന്നത്. പക്ഷെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവരുടെ ഏത് ഗിയറിലാണ് കിടക്കുന്നത് ആ ഗിയറിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം താഴെയാണോ മുകളിലാണോ കിടക്കുന്നതെന്ന് അറിയില്ല. അതേ സമയത്ത് വാഹനം ഓടിച്ച് നമ്മൾ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് ആ ഗിയറിലേക്ക് ഒന്ന് കൈ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇപ്പൊ കിടക്കുന്ന ഗിയർ ഏതാണ്. പിന്നെ എങ്ങോട്ട് മാറിയാൽ ആ ഗിയർ എങ്ങോട്ടായ വീഴുള്ളൂ. എന്തായാലും താഴെ കിടക്കുകയാണെങ്കിൽ താഴേക്ക് ഇട്ടാൽ പിന്നെ വീടില്ല, മുകളിലേക്ക് കൊണ്ടുപോയാലേ ഗിയർ വീഴുന്നത്. ഓടിച്ചോടി വരുമ്പോഴേ മനസ്സിലാകും. അല്ല അതൊരു ആള് തുടക്കക്കാരനെ സംബന്ധിച്ചോളം അവന്റെ കൈ ഗിയറിലേക്ക് വന്ന് പിടിച്ചു നോക്കിയാലോ, അതേപോലെ തന്നെ വണ്ടി ഓടിച്ചോണ്ടോ എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി വിചാരിക്കുന്നു. ആ രീതിയിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് വാഹനം ഓടിച്ച് എക്സ്പീരിയൻസ് ആയി വരുന്തോറും എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് സംശയമില്ലാത്ത രീതിയിൽ, നമുക്ക് ആവശ്യമില്ലാത്ത സംശയങ്ങളാണ് അതൊക്കെ. ഏത് ഗിയറിലാണ് വണ്ടി ഓടുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കിയതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത, കാരണം നമ്മുടെ റോഡിന് അനുപാതമായിട്ട് നമ്മൾ ഓരോ ഗിയർ നമ്മുടെ സന്ദർഭവും സാഹചര്യം അനുസരിച്ച് നമ്മൾ ഓരോ ഗിയറുകൾ എടുക്കുകയും അതുപോലെ ഡൗൺ ചെയ്യുകയും ചെയ്യാണ്. അല്ലാതെ ഇന്നിടത്തൂടെ പോകുമ്പോൾ ഇന്ന ഗിയറിൽ പോകണമെന്നോ ഇന്നിടത്തൂടെ പോകുമ്പോൾ ഇന്ന ഗിയറിലേക്ക് പോകാമെന്നോ, കാരണം ആ സംശയങ്ങൾ നമ്മൾ കിടക്കുന്നതുകൊണ്ടാണ് ഏത് ഗിയറിലാണ് മനസ്സിലാക്കി ഓടിക്കാമെന്ന് നമുക്കിത് ചോദിക്കാനുള്ള കാരണം. നമുക്ക് ഇന്ന ഗിയർ ഇന്നിടത്തൂടെ പോകണമെന്നില്ല, കാരണം സന്ദർഭ സാഹചര്യമാണ്. കാരണം ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു തേർഡ് ഗിയറിൽ ഒരു വാഹനം കൊണ്ട് പോകുന്നു. ഇന്ന് എനിക്ക് ആ തേർഡ് ഗിയറിൽ ഞാൻ അത്രയാ 100 മിനിറ്റ് എനിക്ക് പോകാൻ കഴിഞ്ഞു. നാളെ അതേ സ്പോട്ടിൽ തന്നെ പോകുന്ന സമയത്ത് ഒരു കുട്ടി വണ്ടിക്ക് കുറുകച്ചാടി, അല്ലെങ്കിൽ ഒരു വാഹനം റോഡിൽ നിൽക്കുന്നു, എനിക്ക് ആ തേർഡ് ഗിയറിൽ പോകാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ എനിക്ക് അവിടെ നിർത്തേണ്ടി വരും. ഞാൻ അവിടെ സ്ലോ ആക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ആ വണ്ടി എടുത്തു, അപ്പൊ പിന്നെ എനിക്ക് നിർത്തേണ്ടി വരത്തില്ല, സ്ലോയിൽ പോകേണ്ടി വരും. അപ്പൊ അവിടെ ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും. കാരണം അതേ സ്പീഡിൽ പോകുന്നതാണ് നമ്മൾ തേർഡ് ഗിയറിൽ പോകുന്നത്. വണ്ടി സ്ലോ ആയി കഴിഞ്ഞാൽ പിന്നെ അത് തേർഡ് ഗിയറിൽ പോകണമെന്നില്ല. അപ്പം നമ്മൾ ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് അവിടെ ഒരു ഗിയർ ഇല്ല, സന്ദർഭവും സാഹചര്യം സംബന്ധിച്ച ഗിയറുകൾ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. അല്ല ഇന്നിടത്തോടെ പോകുമ്പോൾ ഇന്ന ഗിയറിൽ പോകാമെന്നോ, അല്ലെങ്കിൽ ഇന്നിടത്ത് പോകുമ്പോൾ ഇത്രയും തിരിക്കണമെന്നോ, അല്ല ഇന്നിടത്തോടെ പോയാലും ഇപ്പം ഇത്ര സമയത്ത് ഇത്ര ആസിഡ് കൊടുക്കണമെന്നൊന്നും ഇല്ല. സന്ദർഭ സാഹചര്യം നമ്മൾ ഓരോന്നും എന്ത് ചെയ്യുകയാണ്. കാര്യങ്ങൾ പറഞ്ഞെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി വിചാരിക്കും. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ട്, അല്ല ഇനി ഒരു വീഡിയോ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് കമന്റായിട്ട് ചോദിച്ചാൽ മതി. നിങ്ങൾ എന്തൊരു യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.